നമ്മളെല്ലാവരും ഫോണിൽ ലോക്ക് സെറ്റ് ചെയ്യാറുണ്ട്. അത് പാറ്റേൺ ലോക്ക് വെക്കാറുണ്ട്, നമ്പർ ലോക്ക് വെക്കാറുണ്ട്, അതുപോലെ ഫിംഗർ പ്രിന്റ്, ഫേസ് ഐ ഡി ലോക്ക്, ഇതൊക്കെ സെറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ പലർക്കും മറന്നു പോകുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്തൊരു ചെറിയ കാര്യമുണ്ട്. നമ്മൾ ഈ ഫിംഗർ ലോക്കോ അല്ലെങ്കിൽ ഫേസ് ലോക്കോ ഒക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ ഈ പാറ്റേൺ ലോക്ക് സെറ്റ് ചെയ്ത അല്ലെങ്കിൽ നമ്പർ ലോക്ക് നമ്മൾ ഈ സാധാരണ രീതിയിൽ യൂസ് ചെയ്യില്ല. അപ്പം അത് കുറച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ നമ്പർ ലോക്ക് എന്തായിരുന്നു വെച്ചിരുന്നത് അല്ലെങ്കിൽ പാറ്റേൺ ലോക്ക് എന്തായിരുന്നു സെറ്റ് ചെയ്തത് എന്നുള്ളത് പലരും മറന്നു പോകാറുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഫോൺ ഓഫാക്കി ഓണാക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ ഓഫായി പോയിട്ട് രണ്ടാമത് ഓണാക്കുന്ന റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കണ്ടീഷൻ വരുന്ന സമയത്ത് ആ ഒരു പാറ്റേൺ ലോക്കോ അല്ലെങ്കിൽ നമ്പർ ലോക്കോ ആയിരിക്കും ചോദിക്കുക. അപ്പോൾ അത് പലരും മറന്നു പോകും. അങ്ങനെയുള്ള ഘട്ടങ്ങളിലൊക്കെ ഡാറ്റ പോവാതെ അൺലോക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. പലർക്കും ഡാറ്റ നഷ്ടപ്പെടാറുണ്ട്. എല്ലാവർക്കും ഫോണിനെക്കാളും വാല്യൂ കൊടുക്കാറുള്ളത് അതിനകത്തുള്ള ഡാറ്റയ്ക്കാണ്. കുറേ കുട്ടികളുടെ ഫോട്ടോസ് ഉണ്ടാവും, അതുപോലെ ഡോക്യുമെന്റ്സ് ഉണ്ടാവും, പല പല ഡീറ്റെയിൽസും സേവ് ചെയ്ത് വെക്കുന്നത് നമ്മൾ ഫോണിലാണ്. ഇത് ഈ ചേച്ചിയുടെ മോന്റെ ഫോൺ ഇത് ലോക്ക് മറന്നു പോയിട്ട് ഇപ്പൊ എത്ര കാലമായി? ഡിസംബറിലായതാണ്. കഴിഞ്ഞ ഡിസംബറിൽ മറന്നു പോയതല്ലേ. അപ്പൊ ഇതൊരു ഓപ്പോന്റെ F11 എന്ന് പറഞ്ഞിട്ടുള്ള ഫോണാണ്. ഇതിന്റെ ലോക്ക് ചേച്ചിയുടെ മോന് മറന്നുപോയി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചു കാലം ജസ്റ്റ് ഡിസ്പ്ലേ കംപ്ലൈന്റ് ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തോ കംപ്ലൈന്റ് ആയിട്ട് മാറ്റിച്ച സമയത്തേക്ക് ഇതിൽ സെറ്റ് ചെയ്ത നമ്പർ ലോക്ക് ആയിരുന്നു അല്ലേ, നമ്പർ ലോക്ക് മറന്നുപോയി. അപ്പൊ അങ്ങനെ ഡാറ്റ അത്രയും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് ഉപയോഗിക്കാതെ വെറുതെ വെക്കുകയായിരുന്നു അല്ലെ. എന്തായിരുന്നു ഇതിനകത്ത് ഇത്രയും ഡാറ്റ? കുട്ടികളുടെ ഫോട്ടോയും കാര്യങ്ങളും കുട്ടികളൊക്കെ ഇപ്പൊ ഏതായാലും ഫുൾ ഡാറ്റയോട് കൂടി അൺലോക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഡാറ്റ ഒന്നും നഷ്ടപ്പെടാതെ അല്ലെ. ചെക്ക് ചെയ്തല്ലേ? ചെക്ക് ചെയ്ത് നോക്കി ഫുള്ള് ഡാറ്റയല്ലേ. അപ്പൊ ഹാപ്പി അല്ലേ? അപ്പൊ നമുക്ക് എല്ലാ മോഡൽസും ഇങ്ങനെ ഡാറ്റ പോവാതെ അൺലോക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ കുറെ മോഡൽസ് അൺലോക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡാറ്റ ഉള്ളത് കാരണം ഫോൺ യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണെന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് അത് ഡാറ്റ പോവാതെ അൺലോക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊന്ന് ശ്രമിക്കാം. എല്ലാം 100% സക്സസ് നമുക്ക് പറയാൻ പറ്റില്ല. പല കേസിലും ഡാറ്റ പോവാതെ നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റാറുണ്ട്.